മുസ്ലിം ലീഗ് നേതൃത്വത്തിന് പരോക്ഷ മറുപടിയുമായി സമസ്ത നേതാവ് ഹമീദ് ഫൈസി അമ്പലക്കടവ് എന്നാണ് വാർത്ത. സമസ്ത അധ്യക്ഷന് തുടർച്ചയായി ചാനലുകൾക്ക് മുന്നിൽ വന്ന് ചിലർ അപമാനിക്കുന്നുവെന്നും സമസ്ത നേതൃത്വത്തെ ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങളാണെന്നും ഹമീദ് ഫൈസി അമ്പലക്കടവിന് പരാതിയുണ്ട്. നിരന്തരമായി സമസ്തയുടെ അനിഷേധ്യനായ അധ്യക്ഷനെ ചാനലുകൾക്ക് മുമ്പിലിട്ട് ചവച്ച് മതിച്ചുകൊണ്ടിരിക്കുന്നത് എന്തർത്ഥത്തിലാണ്? അതും ഒരു സുന്നത്ത് ജമാഅത്തിന്റെ നേതാവാണെങ്കിൽ കുഴപ്പമില്ല, നമ്മുടെ പ്രതിയോഗിയുടെ തലവൻ. ഇത് ഗൗരവമുള്ള വിഷയമല്ലേ? വഹാബി പ്രസ്ഥാനത്തിനെ എതിർക്കാനല്ലേ സമസ്ത രൂപീകരിച്ചത്? ആ വഹാബി പ്രസ്ഥാനത്തിന് നേതൃത്വത്തിലുള്ള ആളുകൾ തന്നെ മറ്റു ചില സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നേതൃത്വത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ ഭാഗമല്ലേ ഈ പട്ടിക്കാട് ജാമ്യനൂരി അറബി കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഒരു വീട്ടിന്റെ നാഥനെ പിടിച്ച് പുറത്തിടാൻ ഏത് നിലയിലാണ് അർഹത, ഏത് നിലയിലാണ് അവകാശം? ഭരണഘടനാപരമായി നിലനിൽക്കാത്ത, സത്യത്തോടും നീതിയോടും ധർമ്മത്തോടും അല്പം പോലും നീതി പുലർത്താത്ത ഇത്തരത്തിലുള്ള നടപടികളിൽ ഞങ്ങൾക്ക് പ്രയാസമുണ്ട്, സങ്കടമുണ്ട്, വേദനയുണ്ട്, പ്രതിഷേധമുണ്ട്. ജാമ്യക്കെതിരായ പ്രതിഷേധങ്ങളെ വിമർശിച്ച് സംസ്ഥാന നാസർ ഫൈസി കൂടത്തായി നമ്മുടെ എൻകൗണ്ടറിൽ അദ്ദേഹം വന്നായിരുന്നു. പ്രതിഷേധ സംഗമങ്ങൾ പണ്ഡിതർക്ക് നേരെയുള്ള വെല്ലുവിളിയാണെന്നാണ് നാസർ ഫൈസി കൂടത്തായി പറയുന്നത്. ആ പ്രതികരണം കൂടി കേൾക്കാം. പട്ടിക്കാട് ജാമ്യനൂരിയയിലെ തീരുമാനം എടുത്ത ആ സമിതിയിൽ ഞാൻ മനസ്സിലാക്കുന്നത് സമസ്തയുടെ ഉത്തരവാദിത്തപ്പെട്ട പണ്ഡിതന്മാർ, മുഷാവർ മെമ്പർമാരും ഭാരവാഹി സ്ഥാനത്തിരിക്കുന്ന ആലിമീങ്ങളും ഒക്കെയുള്ളൊരു സദസ്സിൽ വെച്ചുകൊണ്ടാണ് തീരുമാനം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ആ തീരുമാനം അവരോടുകൂടിയുള്ള ആ തീരുമാനത്തിനെതിരെ നടക്കുന്ന പ്രതിഷേധ സംഗമങ്ങൾ അവരോടുകൂടിയുള്ളൊരു വെല്ലുവിളിയായിക്കൊണ്ട് കാണേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിന് പകരം ഉസ്താദുമാരെ നേതൃത്വത്തെ സമീപിച്ചുകൊണ്ട് വിഷയത്തിന് രമ്യമായി പരിഹാരം ഉണ്ടാകുന്നതിന് പകരം ഒരു പ്രതിഷേധ സ്വരത്തിലുള്ള സമരപരിപാടികൾ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി ജനങ്ങൾക്കിടയിൽ വിഭാഗീയത സൃഷ്ടിക്കുന്ന പ്രവണത രാഷ്ട്രീയമായിരിക്കുന്ന രീതിയായി തോന്നുന്നില്ല. അതിന് ഇനിയും പരിഹാര മാർഗങ്ങളുണ്ട്. സമീർ എസ്കേൻ ആ വാർത്തയുടെ വിശദാംശങ്ങളുമായി സമീർ ബിൻ കരീം എസ്കേൻ. അപ്പൊ സമീർ, ഈ ലീഗ് സമസ്ത തർക്കം ഏതാണ്ട് പരിഹരിച്ചു എന്ന് നമ്മൾ കരുതിയാണ്. പക്ഷെ പരിഹരിക്കപ്പെട്ടില്ലെന്ന് മാത്രമല്ല, അത് കൂടുതൽ പ്രശ്നമാവാണോ പിന്നെയും? ഹാഷ്മി, ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ സമസ്തയിലെ ഭിന്നത രൂക്ഷമാകുന്നു. സമസ്ത ലീഗ് ബന്ധത്തെ സാരമായി ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. ഇന്നലെ രാത്രിയിലാണ് മലപ്പുറം പെരിന്തൽമണ്ണയിൽ ഈ പട്ടിക്കാട് ജാമ്യക്കെതിരെയുള്ള പ്രതിഷേധ സംഗമം നടന്നിരിക്കുന്നത്. പ്രധാനമായും ഈ പരിപാടിയിൽ സമസ്തയിലെ ലീഗ് വിരുദ്ധരോട് ശക്തമായ പിന്തുണ ഈ പരിപാടിയിൽ ഉണ്ടായിരുന്നു, അവരുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. ഈ പരിപാടിയിൽ പ്രത്യേകിച്ച് ഹമീദ് ഫൈസി അമ്പലക്കടവ്, സത്താർ പന്തർ ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്തിരുന്നു. അതിലാണ് ഈ ഹമീദ് ഫൈസി അമ്പലക്കടവ് ലീഗിനെതിരെ രൂക്ഷമായ ഭാഷയിൽ പരോക്ഷമായി വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ ചാനലുകൾക്ക് മുന്നിൽ ഈ സമസ്ത അധ്യക്ഷനെ തുടർച്ചയായി ചിലർ അപമാനിക്കാൻ ശ്രമിക്കുന്നു. അത് മനഃപൂർവ്വമുള്ള ചില ശ്രമമാണ്. സമസ്ത നേതൃത്വത്തെ ദുർബലപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമാണത്. അതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഹമീദ് ഫൈസി അമ്പലക്കടവ് വ്യക്തമാക്കുന്നത്. അതിന് പിന്നാലെ ഈ നാസർ ഫൈസി കൂടത്തായി വിമർശനമായി രംഗത്തുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അദ്ദേഹം ലീഗ് അനുകൂല ബെഞ്ചിലെ നേതാവാണ്. അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലുള്ള പ്രതിഷേധ സംഗമങ്ങൾ ഒരിക്കലും തന്നെ അംഗീകരിക്കാൻ കഴിയില്ല. അത് നേതൃത്വത്തെ പണ്ഡിതന്മാരെ അവഹേളിക്കുന്നതിനും അവരെ വെല്ലുവിളിക്കുന്നതിനും തുല്യമാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് മാന്യമായി പരിഹരിക്കാൻ ചർച്ച ചെയ്യാനുള്ള വേദികൾ സമസ്തയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു നീക്കം ശരിയായില്ല, നേതൃത്വം ഇടപെടുമെന്നുള്ള പ്രതീക്ഷയാണ് തങ്ങൾ ഉള്ളത് എന്നുള്ളതാണ് ഈ നാസർ ഫൈസി കൂടത്തായും വ്യക്തമാക്കിയിട്ടുള്ളത്.